everyone, welcome to Kunja's World. ഇപ്പോൾ ഇവിടെ രാത്രി 11:30 ആയിട്ടോ. ഈ രാത്രി 11:30ക്ക് എന്താണ് വീഡിയോ എന്ന് ചോദിച്ചാൽ കാണിച്ചു തരട്ടെ. റോച്ച് എന്താ ചെയ്യണേ ഈ രാത്രി 11:30ക്ക്? ബീഫ് കട്ട് ചെയ്യുന്നു. റോച്ച് എനിക്ക് ബീഫ് കട്ട് ചെയ്ത് തരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ ചിക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിള്ളേരാണെങ്കിൽ ദാ അവിടെ നോക്കി ഇതൊക്കെ കണ്ടു പഠിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഇതൊക്കെ കണ്ടു പഠിച്ചിട്ട് ഭാവിയിൽ അമ്മയ്ക്കും പപ്പയ്ക്കും ഇതൊക്കെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കറി. അപ്പോൾ അങ്ങനെ അവരത് കണ്ടു പഠിക്കണം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. പിന്നെ ഈ രാത്രി 11:30ക്ക് ഇത് ചെയ്യാനുള്ള കാരണം നാളെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്. പറയട്ടെ ആരാന്ന്? നമ്മുടെ അജോയും സോണിയും, വേറെ ആര് വരാനല്ലേ. അപ്പോൾ അജോയും സോണിയനെയും നമ്മൾ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നാളെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്ത് വന്നപ്പോൾ ദാ എൻ്റെ കൈയൊന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. കത്തിയുടെ മൂർച്ച എന്തോരമുണ്ട്, നല്ല മൂർച്ചയുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് നല്ല ആഴത്തിൽ അങ്ങോട്ട് മുറിഞ്ഞ്, അതുകൊണ്ട് വലിയൊരു ബാൻഡേജ് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റോയിച്ചൻ പറഞ്ഞു പാവമല്ലേ കുഞ്ഞിൻ്റെ കൈയൊക്കെ വയ്യാണ്ടിരിക്കണം, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റോയിച്ചനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാ ഇല്ലെങ്കിൽ ഈ പണിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി വന്നതിനെ കൈ മുറിഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. റോയിച്ച എന്തെങ്കിലും പറയാനുണ്ടോ? എടാ റോണു ഈ 11:30ക്ക് ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കൂടെ? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? റോങ്കുട്ടിന് ആരെങ്കിലും കൂടെ ഇല്ലാതെ ഉറങ്ങൂല. ഐറുവെങ്കിലും കൂടെ വേണം, ഇല്ലെങ്കിൽ അവന് ഉറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഐറു എണീറ്റ് വന്നപ്പോൾ അവനും എണീറ്റ് വന്നു. ഐറുവിനാണെങ്കിൽ ഞാനില്ലാതെ ഉറങ്ങാൻ പറ്റൂല. എന്താ ചെയ്യുക അല്ലേ? ഷോ ചിക്കൻ അങ്ങോട്ട് എടുക്കുക, തൊലി അങ്ങോട്ട് കളയുക. ആഹാ, രാവിലെ എഴുന്നേറ്റു. ഇന്നലെ 2:45 കിടക്കുമ്പോൾ എല്ലാ പണികളും തീർത്ത് വീടും ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നപ്പോഴത്തേക്കും 2:45 3 മണിയായി വെളുപ്പിനെ. എന്നിട്ട് പിന്നെ രാവിലെ ഒരു 8 മണിക്ക് എഴുന്നേറ്റ് റോയിച്ചിനെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ബീഫിൽ പിടിച്ചു കേട്ടോ. ബീഫ് ഇതാ ഇന്നലെ രാത്രി തന്നെ വേവിച്ച് വെച്ചിരുന്നു, മറ്റേ മസാലകളൊക്കെ ഇട്ട്. അതിന് വേണ്ടി ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിയൊക്കെ ദാ വഴറ്റുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ വറുക്കുവാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാം എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെയാണെന്ന് അവർക്ക് കൊടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബൈ. അങ്ങനെ ബീഫ് സെറ്റായിട്ടുണ്ട്. നോക്കൂ ഗൈസ്, അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി നമ്മുടെ ചിക്കൻ റോസ്റ്റും ഇവിടെ റെഡി ആയിരിക്കുന്നു. കാണുമ്പോൾ തന്നെ എന്നാലേ ലുക്ക്, അടിപൊളി. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇനിയിപ്പോൾ കപ്പപ്പുഴുക്കും കൂടെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെയൊക്കെ ചെയ്തേനെ. ഞാൻ ഫിഷ് കറിയും മീൻ വറുത്തതും ഒക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ എൻ്റെ ഈ കൈ ചതിച്ചു ഗൈസ്. എൻ്റെ വിരൽ ഞാൻ കാണിച്ചു തന്നില്ലേ, മുറിഞ്ഞു പോയി. അതുകൊണ്ട് അല്ല, വിരൽ മുറിഞ്ഞു പോയി എന്നല്ല, വിരലിൽ ആ ഒരു ഇങ്ങനെ ഒടിയണയിടത്താണ് മുറിഞ്ഞതേ. അത് നല്ല ആഴത്തിൽ മുറിഞ്ഞു പോയി. അത് കാരണം എനിക്ക് നല്ല വേദന. മീനൊന്നും പിടിച്ച് വെട്ടാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ക്യാൻസൽ ചെയ്തു. കപ്പ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാം. ഫ്രോസൺ കപ്പയാണ് കേട്ടോ നമ്മൾ മേടിക്കാറ്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാം. പിന്നെ ഇപ്പം അതൊന്ന് വേഗം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് പുഴുങ്ങാം. അപ്പോൾ അതാ എല്ലാ പണിയും കഴിഞ്ഞു. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു, കുളിച്ചു, നല്ല ഫ്രഷായി. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരട്ടെ. അതാ ചോറ്, കപ്പപ്പുഴുക്ക്. റോയിച്ചൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ നല്ല അടിപൊളി സാധനമാണെന്ന് പറഞ്ഞ കപ്പപ്പുഴുക്ക്. പിന്നെ ബീഫ് കറി. കറിക്ക് ചാറ് അടിയിൽ പോയി കിടക്കുകയാണ് കേട്ടോ, ചെറിയൊരു ചാറേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, മോരുകറി. ഇത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൈ മറ്റേ മുറിഞ്ഞിരിക്കണോണ്ട് ചെറിയ ബാൻഡേഡ് ആക്കി ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ അവരൊക്കെ വരുമല്ലേ, പിന്നെ വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് ഓർത്തിട്ട്. അപ്പോൾ എന്തായാലും കൈ മുറിഞ്ഞിരിക്കണോണ്ട് മാത്രം എനിക്ക് ഫിഷ് കറി ഫിഷ് ഫ്രൈ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ബിരിയാണി ആയിരുന്നു പ്ലാൻ ചെയ്തത്, അത് നടന്നില്ല. അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ വെച്ചിട്ട് ഓണം പോലെ നമ്മളിന്ന് ആഘോഷിക്കും. നമ്മൾ ചുമ്മാ ഒരു ഗെറ്റ് ടുഗദറാണ് കേട്ടോ, അല്ലാതെ വലിയ എന്താ പറയുക ഭയങ്കര കാര്യമായിട്ട് ഫുഡ് കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഇത്. ചുമ്മാ ഒരു ഗെറ്റ് ടുഗദർ പോലെ. അപ്പം ഇനിയിപ്പോൾ അവർ വരാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം സമയം 6:51 ആയിട്ടോ. അജോയും സോണിയും പിള്ളേരൊക്കെ വന്നു കേട്ടോ. അജോ ആണെങ്കിൽ നോക്കുവാണ് ക്യാമറ എവിടെയാണ്. അവിടെ ക്യാമറ അയ്യോ അത് കിട്ടിയില്ല.
നിങ്ങളുള്ള വീഡിയോയ്ക്ക് നല്ല മതിപ്പുണ്ട് എനിക്ക്, കുറച്ച് വ്യൂസ് കൂടുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ താങ്ക് യു. അതനുസരിച്ച് വിളിച്ചതായിരിക്കും. ശരിക്കും അവിടെ ഒരു ക്യാമറ ഉണ്ട്. അതല്ല, താഴെ ഇരിക്കുന്ന ക്യാമറ. ഒരു ഹായ് പറ. ഞാൻ വന്നു. മേടിച്ചോണ്ട് വന്ന ആൾക്കാർ ഓപ്പൺ ചെയ്ത് തരണം. ഞങ്ങള് കഴിച്ചു തരാം, ഓപ്പണാക്കാൻ പറയല്ലേ. ഞങ്ങളുടെ ലൈഫിൽ രണ്ടാമത്തെ കേക്ക് കട്ടിങ് ആട്ടോ. ഇതെന്താ കട്ടാവാത്ത? ഐസ്ക്രീമിന്റെ കേക്ക്. അതെ, ഇന്നല്ല ആക്ച്വലി 2 ദിവസം കഴിഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇന്ന് ഞങ്ങള് കട്ട് ചെയ്യാറില്ല. ഇത് രണ്ടാമത്തെ കേക്ക് കട്ടിങ്. എത്ര നാളാണ് സഹിക്കുന്നു? ഇതൊക്കെ ആരും അല്ല, റോയ്സിന് കേക്ക് കട്ട് ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ റോയ്സിന്റെ ബർത്ത്ഡേക്കോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കോ കേക്കൊന്നും നമ്മൾ പൊതുവെ കട്ട് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് 10ാമത് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഒരു സ്പെഷ്യൽ കേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്തിരുന്നു. ദാ ഇപ്പൊ ഇവരും നമുക്കൊരു സർപ്രൈസ് തന്ന് 2ാമത്തെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. എടാ 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 വന്നില്ല. ഇനി പറ, ഇനി പറ, ഇനി പറ. കാര്യമുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് ഓണാക്കത്തില്ല. ഞാൻ ഈ ഇറച്ചി കണ്ടിട്ട് എനിക്ക് അച്ചാറിന്റെ ഇറച്ചി വരുന്നത് തീരെ അച്ചാർ കഴിക്കുന്നില്ലേ? ഞാനത് പറഞ്ഞ കളറിൽ നല്ല അച്ചാറ് പോലെ തോന്നുന്നു എനിക്ക്. ഞാൻ സാധാരണ ഇച്ചിരി വലിയ അപ്പൊ പറയും ഇത് തീരെ പൊടിയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സ് ചെയ്യാറുണ്ട്. കപ്പ നല്ല കപ്പ ഇഷ്ടപ്പെട്ടു. കപ്പ അങ്ങനെയല്ല പറഞ്ഞ, ഞാൻ സൂപ്പർ സ്റ്റോറിൽ നിന്ന് മേടിക്കുമ്പോ നെയ്യും കൂടെ മിക്സ് ചെയ്തത് മേടിക്കും. അങ്ങനെയല്ല, അല്ല കുറച്ച് അങ്ങനെയല്ല ഇരിക്കണം. അടിപൊളിയാണോ? ശരിക്കും അടിപൊളിയാണോ? ഞാൻ വളരെ നോക്കി നോക്കി പറയും. ഞാൻ പറഞ്ഞ ഉപ്പ് കുറവാന്ന് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഞാൻ ഉപ്പ് ഒത്തിരി കുറവാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞോ, കുഴപ്പമില്ല. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. തണുപ്പത്ത് നിൽക്കോ? ഉണ്ടാവുമായിരിക്കും. ചാക്കറ്റും കറുപ്പുള്ളി കവടയല്ലേ ഇറങ്ങുന്നേ. പക്ഷെ ഒരു കൊതുക് പറക്കുമ്പോഴേക്കും നമ്മുടെ കണ്ണു തുറന്നല്ലേ ഇരിക്കണേ കാണാൻ. അങ്ങനെ കാണത്തില്ലല്ലോ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇതുങ്ങള് ജീവിക്കുന്നില്ല വെക്കുക, അടുത്ത സമ്മർ ആകുമ്പോ ഇതിനു മാത്രം കൊതുകൾ എവിടെ വരുന്നു? അതാ പിന്നെ കുഞ്ഞും പിള്ളേരോട് അവർക്കറിയാലോ. ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ഓടി വരുന്നത്. ഇവിടെ മറ്റേ എവിടെയാണ് ഡൈനോസർ ലാൻഡ് വരെ വന്ന് കുടിച്ചിട്ട് പോയതാണ്. ഞാനും റോയിച്ചിനും പിള്ളേരും കൂടെ പുറത്തിറങ്ങിക്കോ. റോയിച്ചിന് ഒരു കൊതുക് പോലും കടിക്കൂല. എന്റെയും പിള്ളേരെ മാത്രമേ കൊതുക് കുത്തത്തുള്ളൂ. ഇവനാ എടുത്തിട്ട് ഞാൻ മര്യാദക്ക് മൊയല് കറക്കണത് വെളുക്കണതെന്ന് പറയാമെന്നാണ്. ഞാൻ മൊയല് പിടിച്ചാണ്. വിന്ററില് മൊയല് വെളുക്കുന്ന എന്താ വെച്ചാൽ മഞ്ഞ് വീഴുമ്പോ മഞ്ഞ് പിന്നെ അത് തണുപ്പിനെയും പ്രതിരോധിക്കാനും ചൂടിനും ഒക്കെ അതിന് പറ്റും. ഞങ്ങള് നാട്ടിൽ പോകുന്നുണ്ടോ? നിനക്ക് കുട്ടനാട് ദുബായി പോകുന്നുണ്ടോ? എന്റെ കുട്ടനാടിനെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ അതുപോലെ നിങ്ങൾക്ക് ബോട്ടൽ അണ്ടർഗ്രൗണ്ടിലെന്തോ നാട്ടിലുണ്ട് വാട്ടർ അണ്ടർഗ്രൗണ്ട്. നാട്ടിലുള്ളത് പോലെയാണ് ദുബായ്. ദുബായ് സ്പെഷ്യൽ പ്ലേസ്. ദുബായ് പോയി എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഹാപ്പിനെസ് വരുന്നതാണെന്നറിയോ കുട്ടനാട്. ഇവനെ നമ്മുടെ പേഴ്സണൽ എവിടെ ലോകത്തിന്റെ ഏത് മൂലിക്കൊണ്ടിട്ട് എനിക്ക് അങ്ങോട്ടൊരു മനസ്സുകൊണ്ട് വരുന്നില്ല. ഇവിടെ നേരെ ഓപ്പോസിറ്റ്. ഇവർക്ക് എല്ലാ രാജ്യങ്ങളും എനിക്ക് വേറെ എവിടെയെങ്കിലൊക്കെ പോകണം. എന്ത് ഈ നാട്ടിൽ പോണം. ഹലോ ഒരാഴ്ചയൊക്കെ നമ്മൾ ട്രിപ്പിനും പോണം. അല്ലാണ്ട് ഉള്ളത് പറയാലോ. എന്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാണ് കേട്ടോ. നമുക്ക് ചുറ്റിനും ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും വേണ്ടുന്നത് ഇതുപോലത്തെ 1-2 കൂട്ടുകെട്ട് മതി നമ്മുടെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. എനിക്ക് വിരലിൽ എണ്ണാവും 4-5 ഫ്രണ്ട്സോ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്
അവരിൽ നിന്ന്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് കിട്ടിയാൽ അതിന്റെ ചുറ്റിനുള്ളതും അതിന്റെയും ചുറ്റിനുള്ളതും സംസാരിച്ച് സമയം പോകുന്നത് നമ്മൾ അറിയുകയില്ല. അത്ര സന്തോഷമാണ് കേട്ടോ. നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞ് നേരെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് പിള്ളേർക്ക് കുറച്ച് എക്സ്ബോക്സ് പ്ലേ ടൈമും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇനി ഈ ഡേ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ തീരാണ്. നമ്മളെല്ലാരും അടിച്ചു പൊളിച്ചു. ഇല്ലേ, അടിച്ചു പൊളിച്ചില്ലേ? കൊറേ നേരമൊക്കെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി പറഞ്ഞു. എന്തായാലും ഇന്നത്തെ ഈ ദിവസം തീരാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആരും എന്താ പറയാത്ത? പറ്റില്ല, സമ്മതിക്കില്ല. ഉറക്കെ പറ. ആ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ like, share, subscribe. Like, share, subscribe. Thank you so much for watching. God bless you.